ലൈംഗികാതിക്രമ കേസിലെ പ്രതിയും ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിട്ട അന്വേഷണ സംഘം. സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായതിനു പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി. അതേസമയം രേവണ്ണ ബംഗളൂരുവിലേക്ക് ഉടൻ തിരിച്ചെത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് BJP നേതൃത്വം. ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയും കർണാടക ഹസൻ ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ് മോദിയും കേന്ദ്ര സർക്കാരും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുടനീളം നാരീശക്തിയും സ്ത്രീ സുരക്ഷയും ഉയർത്തിക്കാട്ടുന്ന BJP ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ രേവണ്ണയെ സംരക്ഷിക്കുക മാത്രമല്ല അയാൾക്കുവേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വിവാദ അശ്ലീല വീഡിയോകളടങ്ങിയ പെൻഡ്രൈവ് BJP നേതാവ് ദേവരാജ ഗൌഡയ്ക്ക് കൈമാറിയിരുന്നെന്ന് പ്രജ്വലിന്റെ ഡ്രൈവർ വെളിപ്പെടുത്തിയിരുന്നു. 2000-ഓളം അശ്ലീല വീഡിയോകളടങ്ങിയ പെൻഡ്രൈവ് ഫോറൻസിക് വിഭാഗത്തിനും കൈമാറി. മോദി സർക്കാരിന്റെ കാലത്ത് BJP നേതാക്കളുടെ പേരിൽ നിരവധി ലൈംഗിക അതിക്രമ പരാതികൾ ഉണ്ടായിട്ടും അതിലൊന്നും നടപടി ഉണ്ടായില്ല. പകരം അക്രമികളെ സംരക്ഷിക്കുകയും ചെയ്തു. ദേശീയ വനിതാ കമ്മീഷനും വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ പരാതിയിലും മണിപ്പൂരിലെ സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളിലും മോദിയുടെ ഇരകൾക്കെതിരായ സമീപനം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. രേവണ്ണയ്ക്കെതിരായ ഗുരുതര വെളിപ്പെടുത്തലുകൾക്കു പിന്നാലെ പ്രതി വിദേശത്ത് കടന്നത് BJP നേതൃത്വത്തിന്റെ അറിവോടെയാണെന്നും പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നു. അതേസമയം അന്വേഷണ സംഘം സമൻസ് അയച്ചതിനു പിന്നാലെ 7 ദിവസം സമയം ആവശ്യപ്പെട്ട് പ്രജ്വൽ രംഗത്ത് വന്നിരുന്നു. അന്വേഷണ സംഘത്തിന്റെ വലിയ സമ്മർദ്ദത്തിനു പിന്നാലെയാണ് പ്രജ്വൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തുമെന്ന വാർത്തകൾ പുറത്തുവന്നിട്ടുള്ളത്. മാത്രമല്ല പ്രജ്വലിനെതിരായ ലുക്കൌട്ട് നോട്ടീസും പുറത്തുവിട്ടു. അതേസമയം 1 വർഷം മുമ്പ് തന്നെ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്ത കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ BJPക്കെതിരായ പ്രചരണ വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.